ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂസിലാൻഡിലെ വേസ്റ്റ് ഡിസ്പോസലിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, ഓരോ ദിവസവും ന്യൂസിലാൻഡിലെ ഓരോ ചിലവുകൾ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്ക് അറിയാം, വേസ്റ്റ് മാനേജ്മെൻറ്റിന് നമ്മളിവിടെ പൈസ കൊടുത്തിട്ടാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. പല രീതിയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് വേസ്റ്റ് കളയാനായിട്ടൊരു ചാൻസ് ഉണ്ടോ, അതിനെപ്പറ്റിയുള്ളൊരു ഡിസ്കഷനാണ് ഈ വീഡിയോയിൽ. ഞാനിവിടെ വീടൊക്കെ എടുത്ത്, അതായത് റെൻ്റൽ ഹൗസൊക്കെ എടുത്ത് ഫാമിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ ഞാൻ അറിയാൻ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളാണിത്. അപ്പം നിങ്ങൾ റീസെൻ്റായി ഫാമിലി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങളൊരു വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു റെൻ്റൽ അക്കോമഡേഷൻ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. എങ്ങനെയാണ് ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസൽ, അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങൾ എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാം. അപ്പം ഇന്ന് അറിയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കണം എന്നില്ല. ഈ കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാവുന്നതാണ്. ഇപ്പോൾ ന്യൂസിലാൻഡിൽ വേസ്റ്റ് ഡിസ്പോസൽ, നമുക്ക് വരുന്ന ഹൗസ് ഹോൾഡ് വേസ്റ്റ്, അതായത് നമുക്ക് ഫുഡ് വേസ്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, പേപ്പർ കാര്യങ്ങൾ, എല്ലാ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അത് ഞാൻ വീടെടുത്ത സമയത്ത് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വേസ്റ്റ് ഡിസ്പോസലിന് 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്നുകിൽ നമുക്ക് വേസ്റ്റ് ബാഗ്, അതായത് ബ്ലാക്ക് ബാഗ്സ് ഉണ്ട്, ലോ കോസ്റ്റ് ബാഗ്സ് എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ പ്ലാസ്റ്റിക് ബാഗിൽ നമുക്ക് വേസ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ട് അത് ഡിസ്പോസ് ചെയ്യാം. അത് ഓരോ ഏരിയ അനുസരിച്ചായിരിക്കും അതിൻ്റെ വേസ്റ്റ് കളക്ഷൻ. ഫോർട്ട് നൈറ്റ്ലി ഒരു തവണയായിരിക്കാം, അതായത് ഗാർബേജിൻ്റെ വണ്ടി വന്ന് അതെടുത്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ വീക്ക്ലി ആയിരിക്കാം, അല്ലെങ്കിൽ വീക്ക്ലി 2 days ഒക്കെ വരുന്ന സ്ഥലം ഉണ്ടായിരിക്കും. അത് ഓരോ ഏരിയ അനുസരിച്ചും അവരെന്നാണ് വരുന്നത് എന്നതിൻ്റെ വ്യത്യാസം ഉണ്ടാകും. അതായത് നമ്മൾ താമസിക്കുന്ന ഏരിയ അനുസരിച്ച് അത് ഏത് വീക്കിലി ആണോ ഫോർട്ട് നൈറ്റ്ലി ആണോ എന്ന കാര്യം വേസ്റ്റ് പിക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ആ ദിവസം നമ്മൾ വേസ്റ്റ് കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് അത് വെക്കുകയാണ്. അപ്പം അത് വണ്ടിക്ക് വന്ന് ഇവരെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക. അപ്പം ഇത് നമ്മൾ ബാഗിലാക്കി വെക്കുവാണെങ്കിൽ ആ ബാഗിന് ഒരു പേയ്മെൻ്റ് ഉണ്ട്. നമ്മൾക്ക് ഈ ബാഗ്, ലോ കോസ്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ബാഗ്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത് നമ്മൾ പാക്ക് ആൻഡ് സേവിലൊക്കെ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഒരു 5 bags ടുഗദറാണത് കിട്ടുക. അപ്പം അതിൽ നമ്മൾ വേസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അത് ടൈ ചെയ്ത് അതിൽ നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിക്കണം. ആ ഒരു സ്റ്റിക്കറിൻ്റെ റേറ്റ് $5 ആണ് ഒരു സ്റ്റിക്കറിന്. അപ്പം ഈ ഒരു ബാഗിന് ഏറ്റവും ചീപ്പായിട്ടുള്ള ബാഗ് നോക്കുവാണെങ്കിൽ ഒരു 5 bagsന് $250 ആണ്. അതും ഈ ഒരു സ്റ്റിക്കറും കൂടെ വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. നമ്മൾ എത്രയാണ് നമ്മുടെ വീട്ടിൽ ഒരു വീക്കിലി അല്ലെങ്കിൽ ഡെയിലി എത്ര വേസ്റ്റ് ഉണ്ടാകുക, അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ഈ ബാഗിൽ, അതായത് ബ്ലാക്ക് ബാഗ്സ് വഴി വേസ്റ്റ് കളയണോ, അതോ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്ന് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ വേസ്റ്റ് ബിന്നും പല രീതിയിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റെഡ് ബിൻസ്, ബ്ലാക്ക് ബിൻസ്, ഗ്രീൻ, അങ്ങനെ പല പല ബിൻസ് നമുക്കിവിടെ കാണാം. നമ്മൾ ഔട്ട് സൈഡൊക്കെ പോകുമ്പോൾ കാണാം പല വീടിൻ്റെയും ഫ്രണ്ടിൽ. അതുപോലെ തന്നെ ചില ഏരിയയിൽ ഗ്ലാസ് ബോട്ടിൽസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസമാണ് അതിൻ്റെ കളക്ഷൻ വരുന്നത്. അതിന് സെപ്പറേറ്റ് ബിന്നും കാര്യങ്ങളും. അപ്പോൾ ഓരോ ഏരിയയിൽ ഇതിൻ്റെ കളക്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ബിന്ന് വഴിയും അതുപോലെ ഈ പ്ലാസ്റ്റിക് ബാഗ് വഴിയുള്ള കളക്ഷനാണ് വേസ്റ്റ് ഡിസ്പോസലിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഫ്രീ ആയിട്ട് നമുക്ക് വേസ്റ്റ് ഡിസ്പോസൽ ന്യൂസിലാൻഡിൽ ചെയ്യാം. എല്ലാ വേസ്റ്റും അല്ല, എന്നാൽ കുറച്ച് വേസ്റ്റൊക്കെ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, റീസെൻ്റായിട്ട് ഇവിടെ വന്ന ആൾക്കാർക്ക് ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും എങ്ങനെ നമുക്കൊരു എക്സ്പെൻസ് കുറയ്ക്കാം എന്ന രീതിയിൽ ചിന്തിക്കുമ്പം നമുക്ക് സമയമുണ്ടെങ്കിൽ, അതായത് നമ്മൾ
രണ്ടുപേരും വർക്ക് ചെയ്യാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യാണ്, നമുക്ക് കുട്ടികളെയും സ്കൂളിൽ വിടണം, അങ്ങനെ ഒരു ബിസി ലൈഫാണ്. നമുക്കൊന്നിനും സമയമില്ലെങ്കിൽ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല. അല്ല, നമുക്ക് അത്യാവശ്യം ടൈമുണ്ട്, നിങ്ങൾക്കൊരു കുറച്ചെങ്കിലും ഒരു പൈസ ലാഭിക്കണം എന്നുണ്ടെങ്കിൽ, ഒരുപാട് ലാഭം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് കാരണം ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ, ന്യൂസിലാൻഡിൽ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങളിലും ചാർജ് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ എവിടെയും കുറയുന്നു. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് കുറച്ചൊരു ലാഭം കണ്ടുപിടിക്കാൻ നോക്കണമെങ്കിൽ ജസ്റ്റ് നമ്മൾക്ക് ഈ വേസ്റ്റ് ഡിസ്പോസൽ കുറച്ച് ഫ്രീ ആയിട്ട് ഡിസ്പോസ് ചെയ്യാവുന്ന ഒരു ഏരിയ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ അടുത്ത് എപ്പോഴും ഇത് ഉണ്ടാകണമെന്നില്ല. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ അടുത്തായിട്ടുള്ള ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് ചെയ്യണം. ഫുഡ് വേസ്റ്റ് അവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. ഫുഡ് വേസ്റ്റിന് കാര്യമല്ല ഞാൻ പറയുന്നത്. ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പേപ്പേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ്, കാർഡ്ബോർഡ്, അതുപോലെ മിൽക്ക് ബോട്ടിൽസ്, മിൽക്ക് യോഗട്ട്, അങ്ങനത്തെ ബോട്ടിൽസ്, ക്യാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് അതുപോലെ പ്ലാസ്റ്റിക് ട്രേസ്, നമ്മൾ മീറ്റ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കും, നമുക്ക് അത് വൈറ്റ് പ്ലാസ്റ്റിക് ട്രേയിൽ കവർ ചെയ്തിട്ടാണ് കിട്ടുക. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള പ്ലാസ്റ്റിക് ട്രേസ്, അപ്പോൾ ഇങ്ങനത്തെ ട്രേസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം, ഇന്ന സ്ഥലത്താണ് ഇന്ന കാര്യങ്ങൾ ഇടേണ്ടത്. അതുപോലെ നമ്മൾ റബ്ബിഷ് ഒന്നും മിക്സ് ചെയ്തിടാനായിട്ട് പാടില്ല. അവർ പറഞ്ഞിരിക്കുന്ന വേസ്റ്റ് അവിടെ തന്നെ കൊണ്ടിടുക. അപ്പം നമുക്ക് അങ്ങനെ ഒരു സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാസത്തെ ആണെങ്കിലും വേസ്റ്റ് നമുക്ക്, വേസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് വേസ്റ്റ് അല്ല, അല്ലാതെ ഈ പേപ്പറും കാർഡ്ബോർഡ്, നമ്മളിപ്പോൾ എഗ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ട്രേയും കാര്യങ്ങളും, അതുപോലെ എന്തെങ്കിലും ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ട് നമുക്ക് കളയാനായിട്ടുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നീറ്റായിട്ട് അത് മാറ്റി, ബോട്ടിൽസൊക്കെ, മിൽക്കിൻ്റെ ബോട്ടിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ കവറിൽ അല്ലെങ്കിൽ ബിന്നിൽ, പ്ലാസ്റ്റിക് കവറിൽ ബിന്നിൽ ഈ വേസ്റ്റ് ഇടുവാണെങ്കിൽ പെട്ടെന്ന് അത് ഫില്ലാകും. അപ്പോൾ നമുക്കത് നിങ്ങൾക്ക് വീക്കലി ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ അത് പ്രശ്നമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർട്ട്നൈറ്റ്ലി ആണ് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു വേസ്റ്റുകൾ മാറ്റി വേറൊരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ബിന്ന് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ പെട്ടെന്ന് ഫില്ലാകില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് അത്രയും ഹൈ ആയ ഒരു രീതിയാണ്. നമുക്ക് ചിലപ്പോൾ രണ്ടുപേർക്കും വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല, എങ്കിലും ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇത് ഒരു 1-2 പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തത്. അപ്പം ഞാൻ ഒരു വീടെടുത്ത സമയത്ത് ഒരു റെൻ്റൽ ഹൗസ് സെർച്ച് ചെയ്ത് ഫാമിലി കൊണ്ടുവരാനൊക്കെ നോക്കിയ സമയത്ത് വേസ്റ്റ് ഡിസ്പോസൽ എങ്ങനെയാണെന്നതിനെപ്പറ്റി കുറച്ച് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. എനിക്ക് കാര്യമായിട്ടൊരു അങ്ങനത്തെ വീഡിയോസൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് ആകുന്നെങ്കിൽ നല്ല കാര്യം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്റ്റിക്കറാണ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ $5 കോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറിന് $5 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലാക്ക് ഗാർബേജ് ബാഗിൽ വേസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ സ്റ്റിക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്കറാണിത്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ലോ കോസ്റ്റ് ബാഗ് എന്ന് പറയുന്നത്. ഈ ലോ കോസ്റ്റ് അല്ലാതെ പല ബാഗുകളുണ്ട്. അതിലുള്ളതിൽ ചീപ്പസ്റ്റായിട്ട് ഞാൻ കണ്ടത് ഈ ഒരു ബാഗാണ്. 5 ബാഗ്സ് ടുഗദറും അതുപോലെ ഈ സ്റ്റിക്കേഴ്സും കൂടിയാണ് നമ്മൾ വാങ്ങിക്കാറ്. പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞങ്ങൾ ഈ ഒരു സെൻറ്ററിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് റെഡിയാക്കിയ കുറച്ച് ഐറ്റംസാണ്. ഐറ്റംസ് വെച്ചാൽ അതായത് പ്ലാസ്റ്റിക് ട്രേസും കാര്യങ്ങളും, അതായത് മീറ്റിൻ്റെത്, അതുപോലെ നമ്മൾ ഫ്രൂട്ട്സ്, ഗ്രേപ്സ്, സ്ട്രോബെറീസ് അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള ആ ഒരു ട്രേയും കാര്യങ്ങളും. പിന്നെ നമ്മൾ കടകളിൽ നിന്ന് പാക്ക് ആൻഡ് സേവ് അതുപോലുള്ള കടകളിൽ നമുക്ക് പേപ്പർ ബാഗുകളാണ് കൂടുതൽ
കിട്ടാറ്. അതായത് നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ ഗ്രോസറീസൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഈ ഗ്രേ കളറിലുള്ള പേപ്പർ ബാഗ്സ് കൂടുതലായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതും നമുക്ക് ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ വേസ്റ്റ് ബാഗിൽ കൂടെയാണ് നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു സെൻറ്ററിൽ കൊണ്ട് കളയാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ ഇതിലിപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ റീസൈക്കിളിൻ്റെ ഒരു എംബ്ലമുണ്ട്, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള. അപ്പോൾ അതിൽ തന്നെ പല നമ്പേഴ്സ് 1, 2, 3 അങ്ങനെ പല നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ ഇതിൽ അറിയാനായിട്ട് സാധിക്കും അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ റീസൈക്കിൾ ചെയ്യാവുന്ന പ്രൊഡക്റ്റാണ് നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഈ പ്ലാസ്റ്റിക് ട്രേസിലൊക്കെയുള്ള ആ ഒരു സ്റ്റിക്കേഴ്സ് കൂടെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട്. അപ്പം ഓരോ പേപ്പറിലും ട്രേസിലും ഒക്കെ ആ റീസൈക്കിൾ ചെയ്യാനുള്ള ആ ഒരു എംബ്ലം ഉണ്ടാകും. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ ഇതേ കാര്യം നമുക്ക് അവിടുത്തെ സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ കളയാനായിട്ട് കൊണ്ടുപോകാനായിട്ട് വെച്ചിരുന്നത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഓയിൽ ബോട്ടിൽസ്, അതുപോലെ എഗ് ട്രേസ്, അങ്ങനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റുന്ന ഐറ്റംസ് കുറച്ച്, അതായത് ഇത് കുറച്ച് മാസങ്ങൾ നമുക്കിത് കൂട്ടി വെച്ച് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളവർക്ക്, അങ്ങനെ ആ രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം. അല്ലാതെ എല്ലാം ഇതിനായിട്ട് മെനക്കെടാൻ സമയമില്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് കളയുന്നതാണോ എളുപ്പം എന്ന് വെച്ചാൽ തീർച്ചയായും അത് തന്നെയാണ് എളുപ്പം. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പറയുന്ന ഒരു സെൻറ്റർ ഉണ്ടെങ്കിൽ, അതെല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല. അപ്പം നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഈ ഒരു സെൻറ്റർ ഉണ്ടെങ്കിൽ, അപ്പം ഞാനിപ്പോൾ വാങ്ങിനൂയിലാണ്. അപ്പോൾ ഇവിടുത്തെ റിസോഴ്സ് റിക്കവറി സെൻറ്റർ എന്ന് പറഞ്ഞ ആ ഒരു സെൻറ്ററിലാണ് ഫ്രീ ആയിട്ട് നമുക്ക് വേസ്റ്റ് കളയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഞാൻ ഈ കാണിച്ച രീതിയിലുള്ള വേസ്റ്റ്, പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ബോട്ടിൽസ്, ക്യാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ രീതിയിൽ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ആ ഒരു ഏരിയയിൽ നിന്നെടുത്ത കുറച്ച് വീഡിയോസാണ്. അപ്പോൾ അതിലവർ പ്രത്യേകിച്ചും ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെ ബോട്ടിൽസാണ് ഇടേണ്ടത്, ഗ്ലാസ് ബോട്ടിൽസ് ആൻഡ് ജാർസ്. അതുപോലെ തന്നെ ഓരോ വേസ്റ്റിനും സെപ്പറേറ്റ് സെക്ഷനുണ്ട്. ഗ്ലാസ് ബോട്ടിൽ സെപ്പറേറ്റ് ഒരു ഏരിയയാണ് ഗ്ലാസ് ബോട്ടിൽസ് ഇടാനായിട്ടുള്ളത്. അപ്പം അതിന് ഓരോന്നിനും ഡിസിഗ്നേറ്റഡ് ആയിട്ടുള്ള ആ ഏരിയയിൽ തന്നെ നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.